എൻ്റെ പേര് അഞ്ജലി ജോസഫ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാലിച്ചാമരം സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 6-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ പ്രധാന കാരണം, ഞാൻ എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഹയർ സ്റ്റഡീസിന് എബ്രോഡ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ നിയോഗത്തിൽ വെച്ച കാര്യങ്ങൾ എൻ്റെ IELTS പാസ്സാകാനും ബാങ്ക് ലോൺ റെഡിയാകാനും ഒക്കെ ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ IELTS ഞാൻ പാസ്സായില്ല. എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ തീരുമാനിച്ചു, ഇനി ഇത് എഴുതുന്നില്ല, ഇതെൻ്റെ വഴിയല്ല, അപ്പോൾ ഇനി ഇതിൻ്റെ പുറകെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ അമ്മയുടെ ചേച്ചി എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഇത് ഉടമ്പടി വെച്ച കാര്യമാണ്, അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണണ്ട, ഒന്നും കൂടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും IELTSന് ഞാൻ 1 മാസത്തെ കോച്ചിങ്ങിന് പോയി, വീണ്ടും എക്സാം എഴുതി. എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് സ്പീക്കിംഗ് അത്ര ഈസി അല്ലായിരുന്നു. ഞാൻ ഒത്തിരി വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നത്. അന്ന് രാത്രി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കിതിന് എന്ത് ഇഷ്ടമാണെന്നറിയാവോ, എന്നിട്ട് എൻ്റെ ജീവിതം എന്താണ്, ഒരു ഗതി ഇല്ലാണ്ട് പോകുന്നു ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ്, ഞാനും എൻ്റെ അമ്മയെ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ നിനക്കറിയാവോ, നിന്നെ ഞാനങ്ങനെ കൈവിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഈശോയോട് പറഞ്ഞു. എന്നാണേലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലിസണിങ് റീഡിങ് വരുന്ന ഏറ്റവും ബുദ്ധിമുട്ടെങ്കിൽ എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഈസി ഈ ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു. ഞാൻ റീഡിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് എത്തിയപ്പം എനിക്ക് ഒന്നും കിട്ടുന്നില്ല. പാരാഫ്രൈസൊക്കെ വന്നപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉടനെ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി കാശ് രൂപം വെച്ച് ഞാൻ അതേ മുട്ടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു വഴി തുറക്കണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ടഫായിട്ടുണ്ടായിരുന്ന പോർഷൻ ഞാനിങ്ങനെ ഒന്നും കൂടെ റീഡിങ് ഞാനൊന്ന് വായിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ട ആൻസേഴ്സൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ എനിക്ക് റീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. റിസൾട്ട് വന്നപ്പം എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. എൻ്റേത് ഡിഗ്രി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പം കാനഡയിൽ ഒരു നല്ല കോളേജിൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്കൊരു അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, പ്രതീക്ഷ വയ്ക്കേണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ ഒൻറ്റാരിയോ പ്രൊവിൻസിലെ ഒരു ഫാൻഷോ എന്നും പറഞ്ഞിട്ട് ഒരു മെയിൻ ക്യാമ്പസിലേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു. സാധാരണ 1-2 എടുക്കും നമുക്ക് അഡ്മിഷൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് 5 ദിവസത്തിനുള്ളിൽ എനിക്ക് അവിടുന്ന് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസിൻ്റെ എനിക്കിത് വന്നു, മെയിൽ വന്നു, അഞ്ജലി യു ആർ വെൽക്കം ടു ഫാൻഷോ കോളേജ് എന്ന് പറഞ്ഞിട്ട്. എനിക്കത് അതിശയമായിരുന്നു. കാരണം എനിക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയെ ഇടപെട്ട് ഈശോ വഴി എനിക്കത് വാങ്ങിച്ചു തന്നു. എഡ്യൂക്കേഷൻ ലോൺ ഞാൻ എടുക്കാൻ പോയത് എൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അത്ര ഈസി ആയിരുന്നില്ല. പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കാൻ പോയപ്പം ഒത്തിരി നൂലാമാലകളുണ്ടായിരുന്നു, ഒത്തിരി ആവശ്യമായിട്ട് വന്നു. നമ്മുടെ നെയ്ബേഴ്സിൻ്റെയൊക്കെ സൈനൊക്കെ വേണമായിരുന്നു, അവരുടെ കൺസെൻറ്റ് ഫോമൊക്കെ വേണമായിരുന്നു. ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പ പോയപ്പം പപ്പയുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പപ്പയുടെ കയ്യിൽ ഉപ്പും കൊടുത്താണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് പപ്പയെ വിടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോരുത്തർ നമ്മളെ സഹായിച്ചത്. ലോണിന് പോയി കഴിഞ്ഞപ്പം ഞാൻ ജാൻ ഇൻടേക്കിലാണ് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷെ എനിക്ക് ജാൻ ഇൻടേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ജാൻ ഇൻടേക്ക് ഏറ്റവും തണുപ്പ് കൂടിയ ഒരു സമയമായിരുന്നു. അപ്പം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ ഈ ജാൻ ഇൻടേക്ക് നല്ല തണുപ്പുള്ളൊരു സമയം ഞാൻ ഒരുപക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ ഞാൻ തിരിച്ചു വരേണ്ടി വരും. കാരണം എനിക്ക് ആ ഒരു കാലാവസ്ഥയായിട്ട് എനിക്ക് ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം പരിശുദ്ധ അമ്മ എന്നെ ആ ഇൻടേക്കിൽ എന്നെ വിട്ടില്ല. പിന്നെ അമ്മ ഏറ്റവും തണുപ്പ് കുറവുള്ളൊരു സമയത്തേക്ക് പരിശുദ്ധ അമ്മ എന്നെ നീക്കി വെച്ചു. എന്നെ ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് അമ്മ എന്നെ വിട്ടത്. ഈ മാസം 26-ന് ഞാൻ കാനഡയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എൻ്റെ അമ്മ 20 വർഷമായിട്ടൊരു ശ്വാസമുട്ട് രോഗിയാണ്. എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഫീവർ കൂടിയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷനായി കഫം പഴുത്തുപോയി. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ അമ്മേനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞു, ഓക്സിജൻ്റെ ലെവൽ കൂടുന്നില്ല, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, ഉറപ്പൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ കൂടത്തിൽ വരാൻ ആരുമില്ല, ഞാനും എൻ്റെ പപ്പയും മാത്രമേ ഉള്ളൂ, ഇതിനുള്ള സാമ്പത്തികവും ഞങ്ങളുടെ കയ്യിലില്ല, നീ ഒരു വഴി തുറക്കണം, ഞാൻ ഉടമ്പടിയിലാണ്, പരിശുദ്ധ അമ്മ കൈവിടരുതെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു,
ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ ICU കയറി ഡോക്ടർ ഇത് പറഞ്ഞ് ഇറങ്ങിപ്പോയതിൻ്റെ പുറകെ ഞാൻ ICU കയറി അമ്മയ്ക്ക് ഉടമ്പടി ഉപ്പ് കൊടുത്തു. ഉടമ്പടി തൈലം ഞാൻ അമ്മയുടെ നെറ്റി തൂത്തു കൊടുത്തു. അവിടെ തൊട്ടടുത്തൊരു നിത്യാരാധന ചാപ്പലുണ്ട്. ഞാൻ അവിടെ പോയിരുന്ന് ഈശോയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ എന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു വിളിച്ചു. ഉച്ചയായപ്പം ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു ആൾ ബെറ്റർ ആയിട്ടുണ്ട്, മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പറ്റിയത്, എന്നാ സംഭവിച്ചത്? പിന്നെ അപ്പം അമ്മ പറഞ്ഞു, കൊച്ച് ആ ഉടമ്പടി തൈലം ഉപ്പുമൊക്കെ തന്നു പോയതിന് പുറകെ എനിക്കറിയത്തില്ല, ഒരു വല്ലാത്തൊരു ഊർജ്ജം എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതിനുശേഷം സിസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ആ മരുന്ന് അമ്മയുടെ ബോഡിയിൽ ഇത് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 ദിവസം കൂടെ അമ്മ ICU കിടന്നു. അതിനുശേഷം എൻ്റെ അമ്മേനെ ഒരു കുഴപ്പം കൂടാണ്ട് മാതാവ് തിരിച്ചു തന്നു. പിന്നെ ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് എപ്പോഴും ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ആത്മീയ മേഖലയെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പം ഒരു ദിവസം എൻ്റെ ചേച്ചി എൻ്റെ പപ്പയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ചേച്ചി ഒരു കന്യാസ്ത്രീയാണ്. അപ്പം എൻ്റെ പപ്പയോട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് പപ്പ ശുദ്ധീകരണ സ്ഥലത്തേക്കെങ്കിലും പപ്പ പോകാൻ വേണ്ടി നോക്കണം, അവിടെ എത്തിയാൽ ഞാൻ എങ്ങനെയും പപ്പയെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാനും എന്നെ ഒന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കി. എൻ്റെ കഴിഞ്ഞ 26 വർഷത്തെ എൻ്റെ ജീവിതം ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ഡെപ്പോസിറ്റ് മുഴുവൻ പോയിരിക്കുന്നത് നരകത്തിലേക്കാണ്. ഈശോ എന്നോട് എൻ്റെ കാര്യസ്ഥയുടെ കണക്ക് ചോദിച്ചാൽ എനിക്കൊന്നും കൊടുക്കാനില്ല. അപ്പം ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി ഞാൻ ഇങ്ങനെ പുതുക്കിയത്, ഈശോയെ എനിക്ക് നിന്നെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ സാധിക്കണം. നിന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ഞാൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനുശേഷം ഞാൻ എന്നെ സ്വയം നവീകരിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ ഈശോയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തു. ഞാൻ അതുവരെ പറയാണ്ട് നിസ്സാരമാക്കി ഞാൻ മറച്ചു വെച്ചിരുന്ന പല പാപങ്ങളും ഞാൻ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു. ചില പാപങ്ങളൊക്കെ ഞാൻ കുമ്പസാരിക്കാണ്ടിരിക്കുമ്പം എന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തള്ളിവിടും, പോയി കുമ്പസാരിക്കുമെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ പോയി മനസ്സ് തുറന്ന് ഒരു പൊട്ടും പൊടിയും ഇല്ലാണ്ട് ഞാൻ കുമ്പസാരിച്ചു. അതിനുശേഷം ഞാൻ ഓരോ തവണ കുർബാനയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഈശോയുടെ പ്രസൻസ് എനിക്കിങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ തലയിൽ ആരും എനിക്കിങ്ങനെ തഴുകുന്ന പോലത്തെ ഒരു ഫീലാണ്. എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു തരം വൈബ്രേഷനാണ്. എൻ്റെ കണ്ണ് ഞാൻ അറിയാണ്ട് നിറഞ്ഞു പോകും. ഇങ്ങനെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ഞാനിങ്ങനെ ധ്യാനിക്കും, ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കും. അതുവരെ കുർബാന ഞാനൊരു കാഴ്ചക്കാരിയെ പോലെ കണ്ടു നിന്നതെങ്കിൽ കുർബാന ഞാൻ പിന്നെ ആഘോഷിക്കാൻ തുടങ്ങി, അത് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. ഈശോയെ നാവി വെച്ച് കഴിയുമ്പം നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക്. അത് ഞാൻ അറിയുന്നില്ല, എൻ്റെ നാവിലത് അലിഞ്ഞ് തീരുന്ന ഒരവസ്ഥയാണ്. അപ്പം എൻ്റെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ കുർബാനയ്ക്ക് ഞാൻ പോകുമ്പോഴും ഞാൻ ഈശോ ഇങ്ങനെ പറയും, ഈശോയെ എനിക്ക് നിന്നെ സ്നേഹിക്കണം, നിനക്ക് വേണ്ടി ജീവിക്കണം, നിനക്ക് വേണ്ടി മരിക്കണം, ഇത് മാത്രമേ ഉള്ളൂ ഈശോയെ എനിക്ക് ആഗ്രഹം. ഈ ഭൂമിയിൽ ഞാൻ എന്ത് നേടിയിട്ടും കാര്യമില്ല. അതൊക്കെ ഈ ഒരു രാത്രി ഇരുട്ട് വെളുപ്പിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരാളായി ഈശോയെ ഞാൻ, എനിക്ക് നിനക്ക് വേണ്ടി ജീവിച്ചാൽ മതി. ഞാൻ അങ്ങനെ എൻ്റെ ഓരോ കാര്യം ഈശോയെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്യുമ്പം എൻ്റെ ഓരോ കാര്യങ്ങളും നിമിഷ നേരം കൊണ്ടാണ് ഈശോ നടത്തി തരുന്നത്. വെറും 500 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ഒരപ്പനാണ് എൻ്റേത്. അപ്പം എനിക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് 90% ബാങ്ക് ലോൺ അനുവദിക്കുന്നത്. ബാക്കി പൈസയൊക്കെ നമ്മൾക്ക് കയ്യിൽ നിന്ന് ഉണ്ടാക്കണം. പക്ഷെ അത്രയും പൈസയൊന്നും ഉണ്ടാക്കാനുള്ള വഴിയൊന്നും നമുക്കില്ല. ഇതൊക്കെ ഉടമ്പടി വെച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പലതവണ എടുത്ത് ഞാൻ അത് ഉഴപ്പിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ യോഗ്യതയോടെ എനിക്ക് പലപ്പോഴും ഉടമ്പടി പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും പരിശുദ്ധ അമ്മ എൻ്റെ ആവശ്യം അമ്മ തള്ളിക്കളഞ്ഞില്ല. എൻ്റെ അമ്മയുടെയും പപ്പയുടെയും പ്രാർത്ഥനയെ ഒന്നും തമ്മിൽ മാതാവ് തള്ളിക്കളഞ്ഞില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ വഴി ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ പൈസയാണ് പരിശുദ്ധ അമ്മ വാങ്ങിച്ചു തന്നത്. എനിക്ക് ഫീസ് അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിരവധി പേരാണ് നമുക്ക് സഹായമായിട്ട് മുമ്പിലോട്ട് വന്നത്. അതൊന്നും ഒരിക്കലും എൻ്റെ പപ്പയുടെയും അമ്മയുടെ വാക്കുകൊണ്ടൊന്നും അല്ല, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥത്തിൽ നിന്ന് വാങ്ങിച്ച് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി, ധ്യാന മനോഭാവത്തോടുകൂടി ഈ ആലയത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഈശോയുടെ ഉത്ഥാനത്തിൻ്റെയും ദൈവശാസ്ത്രം ഇവിടുന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു സൈഡിൽ നൊമ്പരത്തോടുകൂടി കടന്നു വരുന്ന വ്യക്തികൾ അവരുടെ നിയോഗങ്ങളുമായിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
മറ്റൊരു വശത്ത് പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിൻ്റെ നൊമ്പരത്തിൻ്റെ തീവ്രതയിൽ ജോസഫ് അച്ഛനെ കാണുവാനായിട്ടും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുവാനായിട്ടും വരുന്ന മക്കളെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ നടുവിലായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിലായിട്ട്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയുടെ മുൻപിലായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി പ്രാർത്ഥന വഴി, ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന വഴി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ ഉയർപ്പിൻ്റെ മനോഭാവത്തോടു കൂടി അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ സഹോദരി നമ്മളുടെ മുൻപിൽ അഞ്ജലി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ഉടമ്പടിയുടെ സാക്ഷ്യം വളർന്നു വരുമ്പോൾ, സാക്ഷ്യം പറഞ്ഞ് അത് വളർന്നു വരുമ്പോൾ നമുക്ക് ഈ എല്ലാ രഹസ്യങ്ങളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നൊമ്പരത്തോടുകൂടി ഒരു മെറിറ്റുമില്ലാതെ ഒരു സഹോദരി ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തനിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണം എന്നുള്ള നിയോഗവുമായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈ സഹോദരി തന്നെ പറയുന്നുണ്ട്, ഉടമ്പടി പ്രാർത്ഥനയിൽ വളരുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യം, എൻ്റെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള വലിയ ബോധ്യം, ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ദിവ്യകാരുണ്യം, ഈശോയുടെ ദിവ്യബലി ഒരു വലിയ അനുഭവമായിട്ട് ജീവിതത്തിൽ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഉടമ്പടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശോയുടെ ദിവ്യരഹസ്യങ്ങളുടെ പൂർണ്ണതയിൽ അതിനെ അനുഭവിക്കുവാനായിട്ട്, അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതും നിത്യജീവനെ സ്വപ്നം കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ടുള്ള വലിയ അനുഭവമാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ നമുക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഈ സഹോദരി ആഗ്രഹിച്ചതുപോലെ ഒരു നന്മയുമില്ലാതിരുന്നിട്ടും കുറവുകൾ മാത്രമുണ്ടായിരുന്ന ജീവിതത്തെ ദൈവം ഉയർത്തിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.